ആർച്ചേ, വലിയൊരു സർപ്രൈസ് ഉണ്ട്. എന്താ? ഇന്ന് മുതൽ ഒരു മാസത്തിന് നമ്മളോടൊപ്പം താമസിക്കാൻ ഒരു അതിഥി വരുന്നുണ്ട്. ആര്? നീ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. അമിതാഭ് ബച്ചൻ? അല്ല. ഷാരൂഖ് ഖാൻ? ആർച്ചേ, നിനക്ക് ഹിന്ദി സിനിമ നടന്മാരുടെ പേര് മാത്രമേ അറിയൂ. എന്നാ പിന്നെ മമ്മൂട്ടി, മോഹൻലാൽ? കുന്തം. നമ്മുടെ ഇളയച്ചന്റെ മോള് മീനാക്ഷി, അവള് വരുന്നുണ്ട്. മീനാക്ഷിയോ? എന്താ കാര്യം? അവളെ PG കഴിഞ്ഞിട്ട് IAS കോച്ചിങ്ങിന് ഇവിടെ വരുന്നത്. അപ്പോൾ ഹോസ്റ്റലിൽ നിൽക്കാന്നൊക്കെ അവള് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇപ്പോഴത്തെ ഈ ഹോസ്റ്റലൊന്നും ശരിയല്ല. ഈ പിള്ളേരും കൂട്ടുകെട്ടൊക്കെ ആയി കഴിഞ്ഞാൽ വഴിതെറ്റിപ്പോകാൻ വലിയ സമയമൊന്നും വേണ്ട. മാത്രമല്ല, നമ്മളിവിടെ താമസിക്കുമ്പോൾ എന്തിനാണ് ഹോസ്റ്റലിൽ പോയി നിൽക്കണതെന്ന് ഞാൻ പറഞ്ഞു. ഈ കാര്യത്തിൽ അവളുടെ ഇഷ്ടമാണ് നോക്കേണ്ടത്. അതെ, അങ്ങനെ വലിയ കാര്യങ്ങൾ തീരുമാനം എടുക്കാനൊന്നും അവളായിട്ടില്ല. അവള് കൊച്ചു കുട്ടിയാണ്. IAS പഠിക്കാൻ പോകുന്ന കുട്ടിക്കാണോ തീരുമാനം എടുക്കാൻ കഴിവില്ലാത്ത? അതെ, നീ എന്ത് പറഞ്ഞാലും ഇന്ന് മുതൽ ഒരു മാസത്തേക്ക് എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ടാവും. ആയിക്കോട്ടെ. അവൾ എപ്പോഴാ വരുന്നേ? ഉച്ച കഴിയുമ്പോൾ അവിടെ നിന്ന് ഇറങ്ങും. ഏതാണ്ട് 5 മണിയൊക്കെ ഇവിടെ എത്തും. ഹലോ സാർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? വിശേഷം നോക്കിക്കൊണ്ടിരിക്കുക. സാറ് സ്റ്റേഷനിലൊന്നും പോയില്ലേ? പോണം. ഉണ്ണിയാർ ചേച്ചിയില്ലേ? പുറത്തോട്ടൊന്നും കണ്ടില്ല. അകത്ത് ഇഷ്ടംപോലെ സ്ഥലമുള്ളപ്പോൾ എന്തിനാ പുറത്തിറങ്ങിക്കണേ? ഞാനേ അങ്ങോട്ട് വരണം ഓർത്തിരിക്കുകയായിരുന്നു. സമയം കിട്ടിയില്ല. ഞാൻ ഇന്ന് അങ്ങോട്ട് വരാവേ. വേണ്ട, ഞാനിപ്പോ പോവും. ചേച്ചി ഉണ്ടാവുമല്ലോ അവിടെ. ചേച്ചി ഇപ്പൊ പോവും. ബെന്നി, എന്തോ? ഇപ്പൊ വരാവേ. ആ ചേച്ചി. ഇവ എനിക്ക് പണിയുണ്ടാക്കും. ആർച്ചേ, ഞാൻ ഒന്നുകൂടെ ആലോചിച്ചപ്പോഴാണ് നീ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. മീനാക്ഷി ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് സേഫ്. എന്തു പറ്റി? അതേ, അപ്പുറത്തെ വീട്ടിലെ ആ വായി നോക്കി ചെറുക്കനോട് ഉള്ള കാര്യം ഞാനങ്ങ് മറന്നുപോയി. അവൻ ഇന്നലെ വന്നപ്പോൾ തന്നെ നിന്നെ പഞ്ചായത്ത് അടിച്ചുകൊണ്ടാണ് വന്നത്. അവനോട് ഉള്ളിടത്തോളം കാലം മീനാക്ഷി സേഫ് അല്ല. സത്യം എന്തൊക്കെയാ പറയുന്നേ? അവൻ അവിടെ നമുക്കെന്താ? അവനാള് കുഴപ്പക്കാരനാണ്. പക്ഷെ അവൻ ആ വീട്ടിലും മീനാക്ഷി ഈ വീട്ടിലും അല്ലേ? ആ വീടിന്റെ വരാന്തയിൽ നിന്ന് നോക്കിയാൽ ഈ വീടിന്റെ വരാന്ത കാണാം. അതുകൊണ്ടേ അത് വേണ്ട. അപ്പൊ പിന്നെ സത്യേട്ടൻ ഒരു കാര്യം ചെയ്യേ, അവളൊരു പെട്ടിയിൽ അടച്ച് ഒളിപ്പിച്ച് വെക്ക്. ആർച്ചേ, എന്റെ സത്യേട്ടാ, ബെന്നിയെ പേടിച്ച് അവളെ ഇവിടെ താമസിപ്പിക്കാതിരുന്ന പുറത്തിറങ്ങിയ 1000 ബെന്നിമാരുണ്ടാവും. അല്ലെങ്കിൽ തന്നെ അവള് സ്കൂളിലും കോളേജിലും ഒക്കെ പഠിച്ചതല്ലേ, അവിടെയൊക്കെ ഉണ്ടായിരുന്നില്ല ആൺകുട്ടികള്. ഇതുവരെ അവളൊരു പേരുദോഷം ഉണ്ടാക്കിയില്ലല്ലോ. അവള് നല്ല കുട്ടിയാ സത്യേട്ടാ. അല്ലെങ്കിൽ തന്നെ അവൾ ഇനി ഇവിടെ താമസിപ്പിക്കില്ല എന്ന് പറഞ്ഞാൽ ഇളയച്ചൻ എന്ത് വിചാരിക്കും? നമുക്കിവിടെ താമസിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തോണ്ടെന്നല്ലേ? സത്യേട്ടൻ ധൈര്യമായിട്ടിരിക്കെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇവിടെ ആരും ഇല്ലല്ലോ. ആരും ഇല്ലാതെ പിന്നെ കോളിംഗ് ബെല്ല് തനിയെ കേൾക്കൂ. ഇതേ ആരോ കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഓടിക്കളഞ്ഞതാണ്. ഇങ്ങനെ അസുഖമുള്ള കുറേ അവന്മാരുണ്ട്, ആലവലാദികൾ. അവനെ കണ്ട് കൈ കിട്ടിയോണ്ടല്ലോ ഇടിച്ചവൻ്റെ സൂപ്പ് ഞാൻ എടുക്കും. എസ്ഐയുടെ വീട്ടിൽ കയറി കോളിംഗ് ബെല്ല് അടിച്ചിട്ട് ഓടാനുള്ള ധൈര്യം ആർക്കാന്നാ ഞാൻ ആലോചിക്കുന്നത്. SIയുടെ വീടാണെന്ന് അറിയാൻ പാടില്ലാത്ത ആർക്കെങ്കിലും വേണമെങ്കിൽ വന്ന് ഈ കോളിംഗ് ബെല്ല് അടിക്കാം കേട്ടോ. ഓ, മീനാക്ഷി, നീയാണോടി ഈ കുരുത്തക്കേട് മുഴുവൻ കാണിച്ചത്? കുരുത്തക്കേടോ? നീ എന്താ വരാൻ വൈകുന്നതെന്നും പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കായിരുന്നു സത്യേട്ടൻ. അതിന് ഞാൻ ലേറ്റ് ആയില്ലല്ലോ. ഈ ഏട്ടന് വട്ട. അത് വാസ്തവം. പക്ഷെ നീ കുറച്ച് ലേറ്റ് ആയി. ഒരു 10 മിനിറ്റ്. അല്ല, ബസ്സിലൊക്കെ അല്ലേ വരുന്നത്. ബാ, ചായ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാ. മോളെ, പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നല്ലേ അല്ലേ? ഏട്ടനെ വളരെ ഗൗരവമുള്ളൊരു കാര്യം മോളെടുത്ത് പറയാൻ പോവാ. മോള് ആ വീട് കണ്ട, അവിടെ താമസിക്കുന്നത് 2 ഭൂലോകമായി നോക്കിയാളാ. ഒന്ന് ഒരു 10-35 വയസ്സ് പ്രായം വരും, മൃഗഡോക്ടറാണ്. രണ്ടാമത്തെ ഒരു 10-25 വയസ്സ് പ്രായം വരും. രണ്ടും ഏത് നേരവും ആ വരാന്തയെ തന്നെ കാണും. മോളൊന്ന് സൂക്ഷിച്ചോളണം കേട്ടോ. പ്രത്യേകിച്ച് ആ ചെറുതിനെ, അവൻ്റെ പേര് ബെന്നി എന്നെങ്ങാണ്ടാണ്.
അവനാണ് ഏറ്റവും കുഴപ്പക്കാരൻ. അവന് പെണ്ണുങ്ങളെ കാണുമ്പോൾ തന്നെ ഒരു കിണുകിണുപ്പ. ചേട്ടന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഇല്ല. മീനാക്ഷി, ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് പറഞ്ഞു. അവിടുത്തെ ചെറിയ വായി നോക്കിയുണ്ടല്ലോ, അവൻ ഭൂലോക ഫ്രോഡാണ്. ഏതാണ്ട് നിന്റെ പ്രായമാണ് അവനും ഉള്ളത്. പഠിച്ചിരുന്ന സമയത്ത് കോളേജിൽ പഠിപ്പിച്ച ടീച്ചർക്ക് പ്രേമലേഖനം കൊടുത്തവനാണ് അവൻ. സത്യപാലൻ സാറേ, ആ, ഇതാണ് ഞാൻ പറഞ്ഞ അവിടുത്തെ വലിയ വായി നോക്കി. ജോർജ് കുട്ടി എന്നാ പേര്, മൃഗഡോക്ടറാണ്. മീനാക്ഷി അല്ലേ? ആ ആ, മീനാക്ഷി വരുമെന്ന് ആലീസ് പറഞ്ഞായിരുന്നു. ഇപ്പോഴാ വന്നേ? അതെ, അവിടെ ഇപ്പൊ വന്നതേ ഉള്ളൂ. എങ്ങനെയാ വന്നേ? സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ബസ്സിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് ഇപ്പം ഇങ്ങോട്ട് വന്നേ. MA റാങ്ക് ഉണ്ടായിരുന്നല്ലേ? ആ, ഉണ്ടായിരുന്നു. ഇനിയിപ്പോ അടുത്ത സിവിൽ സർവീസ് ആയിരിക്കുമല്ലോ. ആ, അതെ അതെ ആണ്. IAS ആണോ IPS ആണോ അതോ IFS ഓ? എന്താ പ്ലാന്? അത് തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ ജോർജ് കുട്ടി, മൃഗഡോക്ടറാ. അതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആണോ? ആ, ഇത് ആലീസ്, എന്റെ വൈഫ്. അതും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അവളെ യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നതാ. ക്ഷീണം ഉണ്ടാവും കൊച്ചിന്. ശരി എന്നാ. മീനു, ബെന്നി, നിന്റെ കാര്യമാണ് ഇവരോട് പറഞ്ഞുകൊണ്ടിരുന്നേ. നീ എന്താ ഇവിടെ? ഇതിന്റെ ചേച്ചിയാ ആലീസ്. ഞാനിവിടെ ഇന്റേൺഷിപ്പ് ചെയ്യാൻ വന്ന. ഞാനിവിടെ സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് വന്നതാ. അത് ചേച്ചി പറഞ്ഞു. അല്ല, പക്ഷെ ചേച്ചി പറഞ്ഞ മീനാക്ഷിയാണെന്ന് നീ എന്തോ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ബെന്നിന്ന് ഒരാളുണ്ടെന്ന് ഏട്ടനും പറഞ്ഞു, പക്ഷെ അത് നീയാണെന്ന് ഞാൻ കരുതിയില്ല. നിങ്ങള് പഴയ പരിചയക്കാരാണോ? പിന്നെ ഡിഗ്രിക്ക് 3 കൊല്ലം ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു. അന്നിറങ്ങി എല്ലാ പടങ്ങളും ഞങ്ങൾ ഒരുമിച്ച് പോയാ കണ്ടോണ്ടിരുന്നേ. അല്ലേ മീനു? നമ്മുടെ കേരള ബേക്കറിയിലെ ഐസ്ക്രീമിന്റെ രുചി, എന്റെ പൊന്നെ, എന്റെ നാവിന്റെ തുമ്പത്ത് ഇപ്പോഴും ഉണ്ട്. ഓർക്കുന്നുണ്ടോ? അത് ശരിയാ. എന്തായാലും നീ വന്ന് വളരെ നന്നായി. ഞാൻ ഇവിടെ ആകെപ്പാടെ ബോറടിച്ച് വർത്താനം പറയാനും ആരും ഇല്ലാതിരിക്കുകയായിരുന്നു. നമ്മക്കിനി അങ്ങോട്ട് തകർക്കണം. പിന്നല്ലാതെ. മോനെ ബെന്നി, നീ ഒന്ന് അകത്തോട്ട് വന്ന് എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട്. എന്നെ വാടാ മോനെ. പോ, എന്നെ കൂടുതൽ ഇവിടെ നിർത്തണ്ട. പിന്നെ അതെ. ശരി. ഇരിക്കട്ടെ. നീ പറഞ്ഞൊക്കെ നേരാണ്. എന്ത്? ഐസ്ക്രീം കഴിക്കാനും സിനിമ കാണാനൊക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് നേരാ. വേറെന്തൊക്കെ ചെയ്തിട്ടുണ്ട്? വേറെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. പിന്നെ ചേച്ചി, ഈ മീനുവിനെ പറ്റിയാണോ ചേച്ചി മുമ്പേ എന്തൊക്കെയോ പറഞ്ഞത്? ഞാനെന്ത് പറഞ്ഞു? അല്ല, ഈ പഠിപ്പിക്കാൻ പോയ സാറുമായിട്ടുള്ള അതൊന്നും ഞാനല്ലല്ലോ പറഞ്ഞത്, ചാരുവല്ലേ പറഞ്ഞത്. ദേ, പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പഴയ ബന്ധത്തിന്റെ പേരിൽ സൗഹൃദം പുതുക്കാനായിട്ട് ഇനി അവളുമായിട്ട് സിനിമ കാണാനും ഐസ്ക്രീം കഴിക്കാനും പോകാനാണ് നിന്റെ പ്ലാനെങ്കിൽ അതൊന്നും ഇവിടെ നടക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം കൂടെ, എന്നോട് ചോദിക്കാതെ നീ ഇനി ആ വരാന്തെ പോലും ഇറങ്ങി പോകരുത്, കേട്ടല്ലോ? അത് തന്നെ.